ഈശോ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പഠിപ്പിച്ചൊരു കാര്യമാണ്, നിങ്ങൾക്കെന്താണ് വേണ്ടതെന്ന് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പിതാവിനറിയാം. അതിൻ്റെ ഒരു വശം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ജോൺ ഓഫ് ദ ക്രോസിൻ്റെ ആ കുഞ്ഞ് കരഞ്ഞ് കാര്യം ഇല്ലേ, ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കണത് നമ്മൾ കൊടുക്കണം. ഇത് തന്നെ നമ്മളിപ്പോഴും ചെയ്യണേ. പിള്ളേർ എന്ത് ചോദിക്കണോ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. ദൈവത്തിൽ നിന്ന് ആ കൊച്ചിന് എന്താ കൊടുക്കേണ്ടത് അത് നമ്മൾ ദൈവത്തിനോട് ചോദിക്കണം. നമ്മൾ തന്നെ പ്രാർത്ഥിക്കണം, എൻ്റെ ദൈവമേ എനിക്കും എൻ്റെ മക്കൾക്കും കിട്ടേണ്ടതായ ജ്ഞാനം. ഇതിപ്പോൾ ഒരു കുടുംബ പശ്ചാത്തലം ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടല്ലേ. എല്ലാം കുടുംബ പശ്ചാത്തലത്തിലേക്കാണ് പോകുന്നത്. കറങ്ങിത്തിരിഞ്ഞ് വന്നോളൂ കേട്ടോ. കാരണം എല്ലാത്തിൻ്റെയും ഉറവിടം കുടുംബമാണല്ലോ. അച്ഛനായാലും കന്യാസ്ത്രീ ആയാലും അപ്പനായാലും അമ്മയായാലും എല്ലാവരും കുടുംബത്തിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് 2-3 കാര്യമാണ്. ഒന്ന്, നിങ്ങൾ കുടുംബത്തിൽ എങ്ങനെ ഇനി ജ്ഞാനം കൊടുക്കണം. മറ്റൊന്ന്, നമുക്ക് ശുശ്രൂഷാ മേഖലയിൽ എങ്ങനെ ജ്ഞാനം കിട്ടണം. മറ്റൊന്ന്, ഈ സുവിശേഷ രഹസ്യങ്ങൾ അറിയാൻ ഏത് തരത്തിലുള്ള ജ്ഞാനം വേണം. ഇതെല്ലാം നമ്മുടെ ഈ ക്ലാസ്സിൽ ഉണ്ട്. അപ്പോൾ ഒന്ന്, നമ്മൾ ദൈവിക ജ്ഞാനത്താൽ നയിക്കപ്പെടാനുള്ള എല്ലാ ആത്മീയ ദാനങ്ങളും നമുക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ ദാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കൈവീശി, എൻ്റെ ഈശോയെ തോമസ് പോളിൻ്റെ മധുരമായ ടോക്ക് കേട്ടിരുന്ന് ഉറങ്ങാൻ സുഖമുണ്ടാവും. പക്ഷെ ഒരു കാര്യം പറഞ്ഞോക്കാം, നിങ്ങൾ ഉറങ്ങുമ്പോഴും ഈ വചനം നിങ്ങളിൽ പ്രവർത്തിക്കുന്ന തരത്തിലാണ് നമ്മുടെ പ്രാർത്ഥന എന്ന് മനസ്സിലായിക്കോ. അതുകൊണ്ട് കുറച്ചൊക്കെ ഉറങ്ങിക്കോ. അല്ലാണ്ട് ഇപ്പം എന്ത് പറയാൻ പറ്റും അല്ലേ? അല്ലാണ്ട് ഇപ്പം എന്ത് പറയാം? വചനം തന്നെ പറയുന്നുണ്ടല്ലോ, രാത്രിയിലും ജ്ഞാനം കിടക്കും അകത്ത്. ഉറങ്ങിക്കോ കേട്ടോ. ഇതുകൊണ്ട് ടോക്ക് അങ്ങോട്ട് നീങ്ങണില്ല. നമ്മളൊന്നും കൂടി പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണേ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ഈ ഒരു ആശയം ചിലപ്പോൾ നമ്മളെ സഹായിച്ചേക്കാം. എനിക്കിങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളതും ഇപ്പോഴും ഞാൻ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നതും. ഇത്രയും വർഷമായിട്ടും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നമ്മുടെ അറിവ് ഒരു തുള്ളിയേ ഉള്ളൂ, ഒരു തുള്ളിയായിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു തുള്ളി പോലും ആയിട്ടില്ല. എന്നാൽ നമുക്കറിയാനുള്ളത് ഒരു കടലോളമുണ്ട് ഇനി. അപ്പോൾ അതാണ് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നത്, വാട്ട് ഐ നോ ഈസ് എ ഡ്രോപ്പ്, വാട്ട് ഐ ഡു നോട്ട് നോ ഈസ് എൻ ഓഷൻ. മലയാളത്തിൽ അതിൻ്റെ ഒരു പ്രോവർബിൻ്റെ കണക്ഷൻ ഇങ്ങനെ ആയിരിക്കാം, എൻ്റെ അറിവ് എള്ളോളമേ ഉള്ളൂ, എനിക്കറിയാനുള്ളത് കടലോളമുണ്ട്. ഇത് സ്വീകാര്യമാണോ? അപ്പോൾ അത് നമ്മളെ ഒരു എളിമയിലേക്ക് നയിക്കും. എൻ്റെ അറിവ് എള്ളോളമേ ഉള്ളൂ, എന്നാൽ എനിക്കറിയാനുള്ളത് കടലോളമുണ്ട്. ഇതാണ് വലിയ വിശുദ്ധരെല്ലാവരും. ഇപ്പോൾ വിശുദ്ധ ഇഗ്നാഷ്യസ് ലയോള എല്ലാം, വിശുദ്ധ തോമസ് അക്വിനാസ് എല്ലാം വലിയ തിയോളജിക്കൽ വർക്ക്സ്, സഭയുടെ ഏറ്റവും വലിയ തിയോളജി എഴുതിയിട്ടുള്ള ആളുകളാണ്. അതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞത് എന്താ? ഇതെല്ലാം വെറും വൈക്കോല് പോലെയാണ്. ഇതെല്ലാം വെറും വൈക്കോലാണ്. എന്തുകൊണ്ടാണ്? ഈ അനന്തമായ ജ്ഞാനത്തെ ദൈവമേ അതിനെ തുലനം ചെയ്യുമ്പോൾ ഇതെല്ലാം വെറും വൈക്കോലാണ്. അത്രയ്ക്ക് വലിയ ജ്ഞാനമാണ് ദൈവം യേശുക്രിസ്തുവിലൂടെ
നമുക്ക് തന്നിട്ടുള്ളത്. നമ്മളിന്ന് രക്തസാക്ഷികളായ ചില വിശുദ്ധന്മാരെ കുറിച്ചൊക്കെയാണ് കേട്ടുവെങ്കിലും മറ്റൊരു ഗ്രൂപ്പ് വിശുദ്ധന്മാർ, ഇപ്പോൾ കൊച്ചു ത്രേസ്യ തന്നെ വലിയ പഠനവും നടത്തിയില്ല. 24 വയസ്സ്, 16 മുതൽ 24 വയസ്സോ 23 വയസ്സ് വരെ ഏകദേശം 8-9 വർഷക്കാലമേ ഒരു ക്ലോസ്റ്ററിൽ അല്ലെങ്കിൽ മിണ്ടാമഠത്തിലായിരുന്നുള്ളൂ. എന്നാൽ അവരാരാണ്? അവർ വേദപാരംഗതയാണ്. വേദപാരംഗത. ഷീ ഈസ് എ ഡോക്ടർ ഓഫ് ദ ചർച്ച്. അപ്പം അവരുടെ ജീവിതകാലത്ത് അവർ ഒരു കാര്യം മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ, അല്ലെങ്കിൽ അത് ദാഹിച്ചുള്ളൂ. ദൈവവുമായിട്ട് സംഭാഷണത്തിലും ദൈവവുമായിട്ടുള്ള ആ ലയനത്തിലൂടെ ദൈവിക ജ്ഞാനം കൊണ്ട് നിറയുക. ദൈവിക ജ്ഞാനം കൊണ്ട് നിറയുക. അങ്ങനെ ആ ദൈവിക ജ്ഞാനം കൊണ്ട് നിറയുന്നതിൻ്റെ ഒരാവശ്യകത ഇപ്പോൾ അർജൻ്റായിട്ട് നമുക്കുണ്ട്. നമ്മൾ കാര്യത്തിലേക്ക് കടക്കുകയാണ്. കൊരിന്തോസുകാർക്ക് എഴുതിയ ഈശോ തന്നെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന പഠിപ്പിക്കുന്നതിന് മുമ്പുള്ള കാര്യം പറഞ്ഞു, നിങ്ങളുടെ പിതാവിനറിയാം നിനക്ക് എന്താണ് വേണ്ടതെന്ന്. അതിനുശേഷം ലൂക്ക 11-ാം അധ്യായത്തിൽ 30-ാമത്തെ വചനത്തിലെല്ലാം നമുക്ക് കാണാം. അവിടെ പറഞ്ഞിരിക്കുന്നത്, ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ സോളമന്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നു. എന്നാൽ ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. അതാരാ ഈ സോളമനേക്കാൾ വലിയവൻ? ഈശോ തന്നെയാണ്. പക്ഷേ ആരും ഈ രാജ്ഞി സോളമന്റെ വിജ്ഞാനം ശ്രവിക്കാൻ അങ്ങ് ദൂരദേശത്ത് നിന്ന് വന്നു എങ്കിലും ഈ സോളമനേക്കാൾ വലിയവനായ ദൈവപുത്രനായ ജ്ഞാനം തന്നെയായ കർത്താവ് ഈശോ മിശിഹായുടെ അടുത്ത് ആ ജ്ഞാനം അന്വേഷിച്ചാരും വരുന്നില്ല. ഇത് പ്രത്യേകിച്ച് ഫരിസേയരും നിയമജ്ഞരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും നമ്മുടെ കാര്യവും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? ഈ കർത്താവ് ഈശോയുടെ അടുത്ത് ജ്ഞാനം തേടി ആരെങ്കിലും വരുന്നുണ്ടോ? പറയും. നമ്മൾ എത്ര പേര് ആത്മാർത്ഥമായിട്ട് ദൈവമേ എനിക്ക് ആ ദൈവിക ജ്ഞാനം തരണമേ, അല്ലെങ്കിൽ ജ്ഞാനസ്നാനത്തിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്ന ആ ദൈവിക ജ്ഞാനത്തിൻ്റെ സമ്മാനപ്പെട്ടി തുറന്നിട്ടുണ്ടോ നമ്മൾ? സമ്മാനം എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ്. ഇപ്പം നമുക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടി. ചിലർ പറയാറുണ്ട്, ഐ എം സോ ബിസി, ഞാൻ വളരെ ബിസിയാണ്, എനിക്ക് കഴിഞ്ഞ ആഴ്ച എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് അതിൻ്റെ സമ്മാനപ്പെട്ടി പോലും തുറന്നിട്ടില്ല എന്ന പോലെയാണ് ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ നേരത്തെ കണ്ടു. ആ വിളക്ക് കൊളുത്തി ആ പ്രകാശമാകുന്ന ജ്ഞാനം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും ഈ ജ്ഞാനം പെട്ടിയായിട്ട് തന്നെ ഇരിക്കുകയാണ് ഇപ്പോഴും അവിടെ. പരിശുദ്ധ പിതാവ് കുറച്ച് നാൾ മുമ്പ് ഇങ്ങനെ പറഞ്ഞു, വി ഹാവ് ഓൺലി അൺറാപ്ഡ് ദ ഗിഫ്റ്റ്. നമ്മളതിൻ്റെ ആ പുറത്തെ കവറ് മാത്രമേ തുറന്നിട്ടുള്ളൂ ഇതുവരെയ്ക്കും. ആ പെട്ടി തുറന്നു കഴിഞ്ഞാൽ എന്താ അതിലുള്ളതെന്നറിയാമോ? ഒരുപാട് കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിൽ മറ്റനേകം സമ്മാന ചെറിയ ചെറിയ ഗിഫ്റ്റുകളാണ്. അതിനാണ് കണ്ടന്റ് ഓഫ് ഫെയ്ത്ത്. അത് തുറന്ന് കഴിയുമ്പോഴാണ് എൻ്റെ ദൈവമേ, ഇത് ജീവിതകാലം മുഴുവനും പഠിച്ചാലും പഠിക്കാൻ കഴിഞ്ഞ് തീരില്ലല്ലോ എന്ന ഒരവസ്ഥ നമുക്കുണ്ടാവും. ഇതെല്ലാം ഞാൻ ജ്ഞാനസ്നാനത്തെ ബന്ധപ്പെടുത്തി പറയുന്നത് നമ്മുടെ മലയാളത്തിൽ മാത്രമേ
ഇങ്ങനെ ഒരു വാക്കുള്ളൂ. മാമോദീസ എന്നത് ജ്ഞാനസ്നാനമാണെന്നും. നമുക്കൊന്ന് സ്തുതിക്കാം. പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണേ, ജ്ഞാനം നൽകണേ, ജ്ഞാനം നൽകണേ. ജ്ഞാനം തുറക്കണമേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ജീവിതം ജ്ഞാനസ്നാനം മുതൽ ക്രിസ്തു കേന്ദ്രീകൃതമായൊരു ജീവിതമാണ്. ക്രിസ്തു കേന്ദ്രീകൃതം, ക്രിസ്റ്റോ സെൻട്രിക് ലൈഫാണ്. ക്രിസ്റ്റോ സെൻട്രിക്, ക്രിസ്തു കേന്ദ്രീകൃതം. ക്രിസ്തു ആകുന്ന അച്ചുതണ്ടിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ജീവിതം മുഴുവനും ചലിക്കുന്നത്. ഇനി നമുക്ക് പൗലോസ്ലീഹയുടെ ലേഖന ഭാഗത്തിൽ ഒരു വളരെ പ്രത്യേകമായ ഒരു സന്ദേശമാണ്. 1 കൊറിന്ത്യോസിൽ 1-ാം അധ്യായത്തിൽ 30-ാമത്തെ വചനം. യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്നാണ്. എല്ലാവരും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു. യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ